സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനും ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? CSR ഫണ്ട് തട്ടിപ്പിൽ നിഷയ്ക്ക് പങ്കുണ്ടോ? ഇതാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. സോളാർ തട്ടിപ്പ് കേസ് ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ സ്ഥാപന ഉടമ ഹൈക്കോടതി അഭിഭാഷക നിഷ പീറ്റർ എന്നാണ് വിവരം. നിഷയുടെ പേരിലാണ് NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ഉള്ളത്. ലൈസൻസ് രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സ്ഥാപനങ്ങൾ തൻ്റേതെന്ന് നിഷ പീറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ തൻ്റെ ജീവനക്കാരനെന്നും ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണെന്നും നിഷ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ബിജു രാധാകൃഷ്ണന്റെ മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ അന്ന് ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകയായിരുന്നു നിഷ പീറ്റർ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നു. പിന്നീട് ഈ ഒരു CSR ഫണ്ട് തട്ടിപ്പിൻ്റെ നീക്കങ്ങളിലേക്കൊക്കെ ബിജു രാധാകൃഷ്ണൻ എത്തുന്നത് ഈ NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ, അതായത് നിഷയുടെ പേരിലുള്ള ഈ NGOയുടെ മറവിലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ നിഷയും ബിജുവും തമ്മിൽ എന്താണ് ബന്ധം? ഈ തട്ടിപ്പിൽ നിഷയ്ക്ക് പങ്കുണ്ടോ? എന്താണ് അനീഷുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ നിഷ വ്യക്തമാക്കുന്നത്? ടോം, CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബിജുവിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ നമ്മൾ സ്ഥാപനത്തിലേക്ക് കടക്കുമ്പോഴും ബിജുവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം അല്ലെങ്കിൽ ബിജു ആണ് സ്ഥാപനത്തിൻ്റെ CEO എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പറഞ്ഞത്. ബിജുവിൻ്റെ വലിയ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ വലിയ വിടുവായുത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഈ യോഗി ആദിത്യനാഥുമായി തനിക്ക് അടുത്ത ബന്ധമാണ്. ഉത്തർപ്രദേശിലെ പദ്ധതികൾ താനാണ് കൈകാര്യം ചെയ്യുന്നത്. അമൃത ആശുപത്രിയുമായി ബന്ധപ്പെട്ട 1500 കോടിയിലധികം രൂപയുടെ ഫണ്ട് താൻ വഴിയാണ് പോയത്. രാജ്യത്തെ പലയിടങ്ങളിലെയും വളരെ പ്രശസ്തമായ പാരമ്പര്യമുള്ള ട്രസ്റ്റുകൾക്ക് CSR ഫണ്ട് തരപ്പെടുത്തി കൊടുക്കുന്നത് താനാണ് എന്നീ കാര്യങ്ങളൊക്കെ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായി ഒരു അഭിഭാഷകനുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ സ്ഥാപനത്തിലെ പലരും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് നിഷ പീറ്റർ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മളപ്പോഴും ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിരുന്നില്ല. തുടർന്നാണ് പരാതിക്കാർ പരസ്യമായി തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ എത്തുകയും അവർ മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി പരാതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് റിൽഷാദ് എന്ന പരാതിക്കാരൻ തന്നെ പറഞ്ഞത്. ഈ ബിജു രാധാകൃഷ്ണനെ തിരിച്ചറിഞ്ഞ ശേഷം പോലീസിൽ പരാതിയുമായൊക്കെ മുന്നോട്ട് പോയപ്പോൾ നിഷ പീറ്റർ എന്ന ഹൈക്കോടതിയിലെ അഭിഭാഷക, അതായത് ബിജു രാധാകൃഷ്ണൻ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ നിഷ പീറ്റർ എന്ന അഭിഭാഷക തന്നെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയും എന്ന് പറഞ്ഞു. കേരളം ആവോളം ചർച്ച ചെയ്ത, ഏതാണ്ട് വർഷങ്ങളോളം ചർച്ച ചെയ്ത സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലും ബിജു രാധാകൃഷ്ണനെതിരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. CBI അന്വേഷിച്ചിട്ടും കേസിലൊരു തുമ്പുമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയെ കൊന്ന കേസിൽ പോലും വെറുതെ പോരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തങ്ങളോട് കളിച്ചാൽ വലിയ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും, കേസുകളിൽ കൊടുക്കും, പീഡന കേസുകളിൽ കൊടുക്കും എന്നിങ്ങനെയൊക്കെയുള്ള വലിയ തരത്തിലുള്ള ഭീഷണി മുഴക്കിയതായി റിൽഷാദ് പറയുന്നു. അതിനു പിന്നാലെയാണ് താൻ പരാതി നൽകാതെ പിന്നാക്കം പോകുന്ന, അല്ലെങ്കിൽ ആ പരാതിയിൽ കൂടുതൽ ബലം കൊടുക്കാതെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം നടിയെ ആക്രമിച്ച കേസിലെ മാർട്ടിൻ എന്ന പ്രതിയുടെ അഭിഭാഷക കൂടിയാണ് നിഷ പീറ്റർ. അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടും പല നിർണായക കാര്യങ്ങൾ താൻ കൂടി അറിഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുണ്ടെന്നും റിൽഷാദ് പറയുകയൊക്കെ ചെയ്തു. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി തേടി, അല്ലെങ്കിൽ എന്താണ് ഈ സ്ഥാപനവും നിഷയും തമ്മിൽ ഉള്ള ബന്ധം എന്ന് തേടി നിഷ പീറ്റർ തന്നെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടത്. അപ്പോഴാണ് അവർ പറയുന്നത് ബിജു രാധാകൃഷ്ണൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമല്ല, ഇത് പൂർണ്ണമായും എൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് എന്നവർ പറയുന്നു. 3 സ്ഥാപനങ്ങൾ, പനമ്പള്ളി നഗർ, കാക്കനാട്, ഒപ്പം പ്രൊവിഡൻസ് റോഡിലുള്ള NHF ഓഫീസ്, ഇങ്ങനെ 3 സ്ഥാപനങ്ങളും തൻ്റെ പേരിൽ ഉള്ളതാണ്. ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് ബിജു രാധാകൃഷ്ണൻ എന്നവർ പറയുന്നു. ഒപ്പം ബിജു രാധാകൃഷ്ണനെ താനാണ് സംരക്ഷിക്കുന്നത്. ഈ സംരക്ഷിക്കുന്ന കാര്യം CBIക്ക് വരെ അറിവുള്ള കാര്യമാണ് എന്നും അവർ പറയുന്നു. നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമാണ്
തൻ്റെ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നും നിയമപരമായി ന്യൂസ് 18 വാർത്തയെ നേരിടുമെന്നുമൊക്കെ അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ആ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഫോൺ കട്ട് ചെയ്ത് ഇനി ഈ ആവശ്യം ഉന്നയിച്ച് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കൃത്യമായി തന്നെ അവർ പറയുന്നു തൻ്റേതാണ് ഈ സ്ഥാപനം, ഒപ്പം ബിജു രാധാകൃഷ്ണൻ കഴിയുന്നത് തൻ്റെ സംരക്ഷണയിൽ ആണ് എന്നും, ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട രേഖകളും നമുക്ക് ലഭിച്ചു. ഈ NHF എന്ന സ്ഥാപനം നിഷാ കെ പീറ്ററിൻ്റെ ഉടമസ്ഥയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2030 വരെയുള്ള ലൈസൻസ് ഫീയും ഈ സ്ഥാപനത്തിനായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബിജു രാധാകൃഷ്ണൻ നടത്തിയ കപട വാഗ്ദാനങ്ങളുടെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ നടത്തിയ ഈ തട്ടിപ്പുകളുടെ ഉത്തരവാദിത്വം കൃത്യമായും നിഷാ കെ പീറ്റർക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ജീവനക്കാരൻ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായും അനീഷ്, ഒരു അഭിഭാഷകയ്ക്ക് ഈ രീതിയിൽ ഒരു NGO പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമോ? അത് നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടോ? മാത്രമല്ല ഈ ഒരു ബിജു രാധാകൃഷ്ണൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കൃത്യമായി അറിയാവുന്ന ആളാണ് നിഷാ പീറ്റർ. മുൻപ് തട്ടിപ്പ് കേസിൽ പ്രതിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു നിഷയുടെ അറിവോട് കൂടി തന്നെയാണോ ഈ തട്ടിപ്പുകളൊക്കെ നടന്നത്? നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിഷയുടെ പങ്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമോ? തീർച്ചയായും നിഷയുടെ പങ്കും വരും. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെന്ന് നിഷ തന്നെ പറയുകയും ലൈസൻസ് അടക്കമുള്ള രേഖകൾ നിഷയുടെ പേരിലായിരിക്കുകയും ചെയ്യുക. ഒപ്പം ബിജു രാധാകൃഷ്ണന് രാജ്യത്തെവിടെയും ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് നിഷ കെ പീറ്റർ പറയുകയും തൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടുകൾ ആണ് ആ രീതിയിലാണ് പണം വരുന്നത്, അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായും ഈ പരാതിക്കാർ NHF എന്ന സ്ഥാപനത്തിനെതിരെ തന്നെ പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രതിപട്ടികയിൽ നിഷ കെ പീറ്ററും വരും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഒപ്പം ഈ നമുക്കറിയാം ബിജു രാധാകൃഷ്ണൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച്. സംസ്ഥാനത്തൊട്ടാകെ നിരവധി ആളുകൾക്കാണ് ലക്ഷക്കണക്കിന് രൂപ സോളാർ ഇടപാടിൽ നഷ്ടപ്പെട്ടതെങ്കിൽ കോടികളിലേക്ക് ആ തുക ഉയർന്നതാണ് CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ നിഷാ കെ പീറ്റർക്കെതിരെയും ചില നടപടികൾ ബാർ കൗൺസിലിൻ്റെ ഭാഗത്തും മറ്റും ഉണ്ടായി എന്ന് അറിയാൻ കഴിയുന്നു. കാരണം 2022-23 കാലത്തൊക്കെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പ് ലൈസൻസ് വാങ്ങി നൽകാമെന്ന് ചൂണ്ടിക്കാട്ടി കന്യാകുമാരി സ്വദേശിയിൽ നിന്നും ഏതാണ്ട് 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത ഒരു കേസാണ് കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയുമൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയെന്ന FIR ഇട്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കേസിട്ട സാഹചര്യത്തിലാണ് ബാർ കൗൺസിൽ അവരുടെ അംഗീകാരം റദ്ദാക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് വീണ്ടും വക്കീലായി അവർ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തട്ടിപ്പിൻ്റെ ഒരു പഴയകാല ചരിത്രം അവർക്കും പറയാനുണ്ട്. ഒപ്പം ഈ ഒരു അഭിഭാഷക ആയിരിക്കുമ്പോൾ എങ്ങനെ ഈ ലാഭകരമായ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങുന്ന മറ്റു ജോലികൾ ചെയ്യുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ NHF എന്നത് ഒരു സന്നദ്ധ സ്ഥാപനമായി അല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം എന്ന രീതിയിലാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സബ് ഹെഡിങ്ങിൽ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ഉപവിഭാഗത്തിൽ ലീഗൽ കൺസൾട്ടൻസി എന്ന പറയുന്നുണ്ട്. അതായത് നിയമപരമായ ഉപദേശങ്ങൾ നൽകുന്ന സ്ഥാപനം എന്ന രീതിയിലൊക്കെ പറയുന്നത്. പക്ഷേ അവിടെ നിയമപരമായ ഉപദേശമല്ല ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും CSR ഫണ്ട് നേടിയെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വളരെ വിപുലമായ അർത്ഥത്തിലുള്ള ഒരു ബിസിനസ്സായി തന്നെയാണ് അവർ അതിനെ കൊണ്ടുപോകുന്നതെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. അതുകൊണ്ട് എങ്ങനെ ഒരു അഭിഭാഷക ഇത്തരത്തിൽ ലാഭകരമായ അല്ലെങ്കിൽ വ്യക്തമാണ്. അതോടൊപ്പം അനീഷ് അറിയേണ്ടത്, നമ്മൾ ഈ വാർത്ത അനീഷ് ഈ ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം പരമ്പര നമ്മൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമാണിത്. ആദ്യ ദിവസം തന്നെ, അതായത് വാർത്ത പുറത്തു വന്ന അന്ന് തന്നെ കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണൻ്റെ ഓഫീസ്, ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസ് പൂട്ടിയിരുന്നു. ഇപ്പോഴും ഈ MG റോഡിന് സമീപത്തുള്ള ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ? ബിജു രാധാകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഇയാൾ സംസ്ഥാനത്തുണ്ടോ അതോ നാട് വിട്ടിരിക്കുമോ? ടോം, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് പരാതിക്കാർ അവരുടെ നിവേദനം നൽകിയത്. ഇതേ തുടർന്ന് ആ പരാതി DGPക്ക് കൈമാറുകയും DGP സിറ്റി പോലീസിന് കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ പരാതിക്കാർ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി
പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് മൊഴി നൽകണമെന്ന് പരാതിക്കാരോട് പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം രഹസ്യാന്വേഷണ വിഭാഗം നമ്മൾ വാർത്ത പുറത്തുവിട്ട അന്ന് തന്നെ ഇതിന്മേൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഉടമകളുമായി ബന്ധപ്പെട്ട വാടക കരാറുകൾ പരിശോധിച്ചു. ഒപ്പം ആരൊക്കെയാണ് ഇവിടെ വന്നിരുന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചു. ഒപ്പം പരാതിക്കാരൻ്റെ പ്രാഥമികമായുള്ള മൊഴി അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ തട്ടിപ്പിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കടവന്ത്ര പോലീസ് അവിടെ പോയി നേരിട്ട് പരാതി നൽകണമെന്ന് അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് മൊഴിയെടുത്ത ശേഷം ഉടൻ തന്നെ FIR ഇടും. പക്ഷേ അതിനു മുമ്പ് തന്നെ ബിജു രാധാകൃഷ്ണൻ എവിടെയെന്നൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അയാൾ കാക്കനാട്ടെ ഓഫീസ് പൂട്ടി മുങ്ങി. കഴിഞ്ഞ ദിവസം ഈ കച്ചേരിപ്പടിയിലെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പനമ്പള്ളി നഗറിലെ ഓഫീസ് ഇതിനകം തന്നെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ചെന്നൈ അടക്കം മറ്റ് ചില ഇടങ്ങളിലുള്ള ഓഫീസുകളും പൂട്ടിക്കിടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജീവനക്കാരിൽ ചിലർ നമ്മളെയും ബന്ധപ്പെടുന്നുണ്ട്. കാരണം അവരൊന്നും ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിയാതെയാണ് ഈ കുടുക്കിൽ പെട്ടുപോയിരിക്കുന്നത്. അവരുടെ പരിചയത്തിലുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ ഈ പണം നിക്ഷേപിച്ച് CSR ഫണ്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കബളിപ്പിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അവരടക്കം തെരയുന്നെങ്കിലും ബിജു രാധാകൃഷ്ണനെ ഫോണിൽ ലഭ്യമാവുകയോ അല്ലെങ്കിൽ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബിജു രാധാകൃഷ്ണൻ്റെ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ഇതിൽ അഭിഭാഷക നിഷ പീറ്റർക്ക് ബന്ധമുണ്ടെങ്കിൽ അതും പുറത്തു വരണം. പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്.